BMS ഒഴികെയുള്ള നാഷണൽ ട്രേഡ് യൂണിയൻസ് ആണ് സമരത്തിന് തയ്യാറായി വന്നത്. AITUC, INTUC, CITU, HMS, DMKയുടെ LPF, AIUTUC തുടങ്ങിയ എല്ലാ സംഘടനയും ഒരു 10 കേന്ദ്ര ട്രേഡ് യൂണിയൻ ഉണ്ട്. BMS മാത്രം മാറിയിരുന്നു. എന്നാൽ BMSനും ചില റിസർവേഷൻ ഉണ്ടായിരുന്നു. ചില കോഡുകളിൽ തൊഴിലാളി വിരുദ്ധമാണ്, അതിൽ മാറ്റം വരുത്തണമെന്ന് അവർ കത്ത് കൊടുക്കുകയും അവർ ഗവൺമെന്റുമായി സംസാരിക്കുന്നുണ്ടെന്ന് ഞങ്ങളോടൊക്കെ പലപ്പോഴായി സംസാരിച്ചിരുന്നു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, ഈ കോഡുകൾ നടപ്പാക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഇന്നലെ ഇറക്കിക്കഴിഞ്ഞതിന് ശേഷം BMS ഇറക്കിയ ഒരു പ്രസ്താവന അത്ഭുതകരമാണ്. അവർ ഈ നയത്തെ, ഈ നിലപാടിനെ സ്വാഗതം ചെയ്തു. ഇത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് നല്ലതാണ് എന്നെല്ലാമുള്ള അവരുടെ പ്രസ്താവന തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അപമാനകരമായ ഒരു സ്ഥിതിയാണ് BMS ഉണ്ടാക്കിയത്. മറ്റ് ട്രേഡ് യൂണിയനുകൾ, നേരത്തെ പ്രക്ഷോഭം നടത്തുന്ന, ദേശീയ പണിമുടക്കിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന ട്രേഡ് യൂണിയനുകൾ പെട്ടെന്ന് തന്നെ യോഗം ചേർന്ന് ശക്തമായി പ്രതിഷേധിക്കുകയും വരുന്ന 26-ാം തീയതി ദേശവ്യാപകമായി പ്രതിഷേധ സമര പരിപാടികൾക്ക് ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലാളികളോട് സജീവമായ രംഗത്തിറങ്ങാൻ ദേശീയ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 29 നിയമങ്ങൾ, നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ ലേബർ കോഡുകൾ എന്ന 4 നിയമങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ ഉണ്ടായതിന്റെ ഒരു ചരിത്രം നോക്കിയാൽ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗവൺമെന്റ് ഒരു ലേബർ കമ്മീഷൻ നിയമിച്ചു. ഗജേന്ദ്ര ഗാഡ്കർ അധ്യക്ഷനായ ലേബർ കമ്മീഷൻ ചരിത്രപ്രധാനമായ ഒരു റിപ്പോർട്ടാണ് ആ കമ്മീഷൻ കൊടുത്തത്. ILO അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളെ, കൺവെൻഷനുകളെ ആസ്പദമാക്കിയുള്ള തൊഴിൽ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവാൻ തുടങ്ങിയത് ഗജേന്ദ്ര ഗാഡ്കർ കമ്മീഷന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ്. അതുമാത്രമല്ല, ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ത്രികക്ഷി സമിതി അന്ന് രൂപം നൽകി. ILO മാതൃകയിൽ എല്ലാ വർഷവും ILC യോഗം ചേരാറുണ്ടായിരുന്നു. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ട്രേഡ് യൂണിയനുകൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമായിരുന്നു. അതൊരു ത്രികക്ഷി വേദിയാണ്. ട്രേഡ് യൂണിയനുകൾ, തൊഴിലുടമകൾ, ഗവൺമെന്റ്. ILC യോഗം ചേരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ILC ഉദ്ഘാടനം ചെയ്യുക. BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതുവരെ എല്ലാ വർഷവും ILC യോഗം ചേർന്നിരുന്നു. BJP വന്നതിന് ശേഷം ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും തൊഴിലാളി സംഘടനകളോട് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടാണ് മോദി ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ILO അംഗീകരിച്ച കൺവെൻഷൻസ്, പ്രമാണങ്ങളെ ആസ്പദമാക്കി ഇവിടെ ഉണ്ടാക്കിയ തൊഴിൽ നിയമങ്ങളുടെ എല്ലാം സത്തയെ പൂർണ്ണമായും ചോർത്തിക്കളയുന്നതാണ് ഇവിടെ പാസാക്കിയ ലേബർ കോഡുകൾ. ഇത് പ്രോ എംപ്ലോയറാണ്, ആന്റി ലേബറാണ്. തൊഴിൽ നിയമം എന്നതിന് പറയാൻ പറ്റില്ല. ഡൂയിങ് ബിസിനസ് ഈസി എന്ന നീതി ആയോഗിന്റെയും കോർപ്പറേറ്റുകളുടെയും വാദത്തിന് അനുകൂലമായ വിധത്തിൽ പ്രോ കോർപ്പറേറ്റ്, പ്രോ എംപ്ലോയർ നിയമങ്ങളാണ് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. നിലവിലുണ്ടായിരുന്ന ഫാക്ടറീസ് ആക്ട്, ID ആക്ട്, ബോണസ് ആക്ട്, പ്രോവിഡന്റ് ഫണ്ട് ആക്ട്, ESI ആക്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് തുടങ്ങിയ മിക്കവാറും നിയമങ്ങൾ ഒരു ചരിത്രപ്രധാനമായ നിയമങ്ങൾ എന്ന അക്കാലത്ത് പറയാൻ പറ്റുന്ന നിയമങ്ങളായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലെ ഒരു ദേശീയ, സാർവദേശീയ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ആ നിയമങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയൻ ശക്തമായി നിൽക്കുന്ന കാലമാണ്. ലോകത്ത് സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം ശക്തമായിരുന്നു. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ രാഷ്ട്രീയത്തെയൊക്കെ കണക്കിലെടുത്തുള്ള നിലപാടെടുക്കുമായിരുന്നു. VV ഗിരിയെ പോലുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ വലിയ പങ്കുവച്ചിരുന്നു ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവന്ന നിയമങ്ങളിൽ കുറെ പരിരക്ഷ തൊഴിലാളികൾക്ക് കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായും മാറുകയാണ്. ഇത് തൊഴിലാളികളുടെ അവകാശങ്ങൾ വൻതോതിൽ തകർക്കുന്നതാണ്. ഇന്ത്യയിലാകെ ഉള്ള തൊഴിലാളികൾ എന്ന് പറയുന്നത് കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയില്ല. എങ്കിലും ഒരു മതിപ്പ് കണക്കെടുത്താൽ 56 കോടിയോളം തൊഴിൽ ചെയ്യുന്നവരുണ്ടെന്നാണ് കണക്ക്. കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ, സ്വയം തൊഴിൽ ചെയ്യുന്നവരുൾപ്പെടെ, പരമ്പരാഗത വ്യവസായ തൊഴിലാളികൾ ഉൾപ്പെടെ 56 കോടി. സർക്കാർ ജീവനക്കാർ, ബാങ്ക് എംപ്ലോയീസ്, നിങ്ങളെപ്പോലുള്ള വർക്കിംഗ് ജേർണലിസ്റ്റ് എല്ലാവരും കൂടി ചേർന്നാൽ
ഇതിൽ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് സംഘടിത വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്നവർ 6 കോടിയിൽ താഴെയാണ്. ബാക്കിയുള്ളവരെല്ലാം അൺഓർഗനൈസ്ഡ് സെക്ടർ, ട്രഡീഷണൽ സെക്ടർ, സെൽഫ് എംപ്ലോയിഡ് എന്നൊക്കെ പറയുന്ന വിഭാഗമാണ്. ആ വിഭാഗത്തിന് പല തൊഴിൽ നിയമങ്ങളും ബാധകമേ അല്ല. അവർക്ക് ESI ബാധകമല്ല, അവർക്ക് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ബാധകമല്ല, അവർക്ക് ബോണസ് ആക്ട് ബാധകമല്ല, അവർക്ക് 8 മണിക്കൂർ ജോലി എന്ന തത്വം ബാധകമല്ല. ആ ഒരു സ്ഥിതി നിലനിൽക്കുക. എങ്കിലും ഓർഗനൈസ്ഡ് സെക്ടറിൽ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അസംഘടിത മേഖലയിൽ ഒട്ടേറെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ തൊഴിലാളികൾക്ക് സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് വന്നത് അസംഘടിതരായിരുന്ന ഓട്ടോറിക്ഷ, ടാക്സി, ബസ് തൊഴിലാളികൾ, ലോറി തൊഴിലാളികൾ അവരൊന്നും ഒരു എംപ്ലോയറുടെ കീഴിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവരല്ല, മാറി മാറി ജോലി ചെയ്യുന്നവർ. അവർക്ക് വേണ്ടി ഒരു നിയമം കേരളത്തിലുണ്ടായത് ആ സാഹചര്യത്തിലാണ്, ഈ നിലവിലുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കേരളത്തിൽ ഒരുപാട് തൊഴിലാളി ക്ഷേമ നിയമങ്ങൾ വന്നു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി, കള്ളിയത്ത് തൊഴിലാളി ക്ഷേമനിധി, കയർ തൊഴിലാളി ക്ഷേമനിധി, ഏതാണ്ട് ഒരു 48 വെൽഫെയർ ഫണ്ട് ആക്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. 65 ലക്ഷത്തിലധികം തൊഴിലാളികൾ ഈ വെൽഫെയർ ഫണ്ട് ബോർഡുകളിൽ മെമ്പർമാരാണ്. ഇതൊക്കെ ഉണ്ടായതിന്റെ ഒരു പശ്ചാത്തലം ഇതാണ്. ദേശീയ തലത്തിലുണ്ടായിരുന്ന നിയമങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വന്നത്. ഇപ്പൊ ഈ കോഡുകൾ വന്നതോടെ ഇതെല്ലാം തകർക്കപ്പെടുക. വലിയ തോതിൽ തൊഴിലാളികളെ പുറകോട്ട് തള്ളുന്ന നയങ്ങളാണ് വരുന്നത്. ഒന്ന്, കൂട്ടായ വിലപേശൽ. അത് തൊഴിലാളികളുടെ അവകാശമാണ്. കളക്റ്റീവ് ബാർഗെയിനിങ്. അതിനുവേണ്ടിയാണ് അവർ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നത്. ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം മാറുക. ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികൾ 7 പേർ ചേർന്ന് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ അപേക്ഷ കൊടുത്താൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് അത് രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു നിയമം. ആ ട്രേഡ് യൂണിയന് തൊഴിലാളികൾക്ക് വേണ്ടി സമരത്തിന് നോട്ടീസ് കൊടുക്കാൻ അവകാശം ഉണ്ടായിരുന്നു, ബാർഗെയിൻ ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു, എഗ്രിമെന്റ് ഉണ്ടാക്കാൻ അവകാശം ഉണ്ടായിരുന്നു. ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടാൽ അത് തൊഴിലാളികൾക്കൊക്കെ ബാധകമായിരുന്നു. ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന തത്വം പൂർണ്ണമായി നിഷേധിക്കുന്നതാണ് ഈ ലേബർ കോഡ്. പണിമുടക്കാനുള്ള അവകാശം പരിമിതപ്പെടുക ഈ നിയമങ്ങളിലൂടെയൊക്കെ വരുന്നതാണ്. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ തന്നെ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോ തമിഴ്നാട്ടിലെ സാംസങ് കമ്പനി ശ്രീപെരുമ്പത്തൂര് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചപ്പോൾ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ അവിടുത്തെ ഗവൺമെന്റിലെ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല. അവർ പറഞ്ഞത് സാംസങ് ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്, അവർക്ക് ലോകത്തൊരിടത്തും ട്രേഡ് യൂണിയൻ ഇല്ല, ഇവിടെ മാത്രം ട്രേഡ് യൂണിയൻ അനുമതി കൊടുത്താൽ അതൊരു തെറ്റായ മെസ്സേജാണ് കൊടുക്കുക, ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വരാൻ മടിക്കും എന്നൊക്കെയായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ വാദം. തൊഴിലാളികൾ 2 മാസം സമരം ചെയ്തതിന് ശേഷമാണ് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ കിട്ടിയത്. 90% തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തു. അവരെ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവസാനം കീഴടങ്ങി ഗവൺമെന്റ് ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ചില പ്രതികാര നടപടികളൊക്കെ എടുത്തു, അതൊക്കെ വേറെ നിൽക്കുന്നുണ്ട്. എങ്കിലും ട്രേഡ് യൂണിയൻ രജിസ്റ്റർ കൊടുക്കാൻ നിർബന്ധിതമായി. അപ്പോഴും കേരളമാണ് ഒരു തുരുത്തു പോലെ ഈ അവകാശങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ലേബർ കോഡുകൾ നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് മടിച്ചു നിന്നു കുറച്ചു കാലം. അതെന്താന്ന് വെച്ചാൽ തൊഴിലാളികളുടെ ഭാഗത്ത് വന്ന എതിർപ്പ്, ട്രേഡ് യൂണിയനുകളുടെ ശക്തമായ എതിർപ്പ്, BMS ചില കാര്യത്തിൽ ചില റിസർവേഷൻ പറഞ്ഞത്, ഇതെല്ലാം വെച്ച് ഇവരിങ്ങനെ നടപ്പാക്കുന്നതിന് ഇങ്ങനെ കാലതാമസം വരുത്തി. പാർലമെന്റ് ഒരു നിയമം പാസാക്കിയാൽ അത് നടപ്പാക്കുന്നതിന് റൂൾസ് ഫ്രെയിം ചെയ്യണം, ചട്ടങ്ങൾ ഉണ്ടാക്കണം. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് തൊഴിൽ. സംസ്ഥാനങ്ങൾക്കും നിയമം ഉണ്ടാക്കാം, കേന്ദ്രത്തിനും നിയമം ഉണ്ടാക്കാം. സംസ്ഥാന നിയമങ്ങൾക്ക് റൂൾസ് ഉണ്ടാക്കാം, കേന്ദ്ര നിയമത്തിന് കേന്ദ്ര ഗവൺമെന്റിന് റൂൾസ് ഉണ്ടാക്കാം. അപ്പൊ ഈ ലേബർ കോഡിന് റൂൾസ് ഫ്രെയിം ചെയ്യുന്നത് താമസിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ്. ഈ സമര പശ്ചാത്തലത്തിൽ അവർ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. ആ ഡ്രാഫ്റ്റ് പരിശോധിച്ചപ്പോൾ അത് വളരെ ഈ നിയമങ്ങൾക്ക് അനുസൃതമാണല്ലോ, ഞങ്ങളെല്ലാം അതിനെ ശക്തമായി എതിർത്തു. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തു. ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പിലെ വിജയമാണ് ഈ ഒരു ധിക്കാരത്തിലേക്ക് കടക്കാൻ അവരെ പ്രേരിപ്പിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി ഒന്നും നോക്കാനില്ല, എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ ജയിക്കും,
എന്ന മട്ടിലുള്ള ഒരു ബോധം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം ഇപ്പോൾ ഈ തീരുമാനമെടുത്തത്. അതിനിടയിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരുകളെ സമീപിച്ച് കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന നിയമങ്ങളിൽ ഭേദഗതി, ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ സംസ്ഥാനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി. കേരളത്തിലും വന്നിരുന്നു കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ. ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചുകൂട്ടി ചില പ്രധാന നിയമങ്ങൾ, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കേരള ഗവൺമെന്റ് അതിന് അനുവദിച്ചില്ല. ബാക്കി മിക്കവാറും സംസ്ഥാനങ്ങൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. ഈ ലേബർ കോഡുകൾക്ക് അനുസൃതമായ വിധത്തിൽ കേന്ദ്രം നോട്ടിഫൈ ചെയ്തതുമില്ല. ഇപ്പൊ കേന്ദ്രം നോട്ടിഫിക്കേഷൻ ഇറക്കിക്കഴിഞ്ഞു. അതോടുകൂടി ലേബർ കോഡുകളിലെ എല്ലാ തൊഴിലാളി വിരുദ്ധ വകുപ്പുകളും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഒരു വ്യവസായ സ്ഥാപനം 100 അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ, ഫാക്ടറികളാണെങ്കിൽ, അവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാനോ ലേ ഓഫ് ചെയ്യുന്നതിനോ കമ്പനി അടച്ചുപൂട്ടുന്നതിനോ മാനേജ്മെന്റ് തീരുമാനമെടുത്താൽ ആ കമ്പനി നിൽക്കുന്ന സംസ്ഥാനത്തിലെ ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി കിട്ടണമായിരുന്നു. അവർക്ക് അപേക്ഷ കൊടുക്കാം, ലേ ഓഫ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ക്ലോഷർ ആണെങ്കിൽ. ഈ അപേക്ഷ കിട്ടി 3 മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ഗവൺമെന്റ് തീരുമാനമെടുത്താൽ മതി. അതുവരെ പിരിച്ചുവിടലും ക്ലോഷറും പ്രാവർത്തികമാവില്ല, ആകാൻ പാടില്ല. സംസ്ഥാന ഗവൺമെന്റ് അനുമതി കൊടുത്തില്ലെങ്കിൽ അവരുടെ അപേക്ഷയിൽ പറഞ്ഞ കാര്യം നടക്കില്ല. കേരളത്തിൽ അതിന് വലിയൊരു ഉദാഹരണമുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ മാവൂർ റയോൺസ് ഫാക്ടറി 1999 ക്ലോസ് ചെയ്യാൻ ബിർള തീരുമാനിച്ചു. ഗ്രാസിം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 2 യൂണിറ്റുകളാണ് കേരളത്തിലുണ്ടായത്, പൾപ്പ് ഡിവിഷൻ, ഫൈബർ ഡിവിഷൻ. ബാക്കിയുള്ളത് ഹരിഹർ, ഗ്വാളിയോർ, അവിടെ വടക്കേ ഇന്ത്യയിലൊക്കെയാണ്. 7 യൂണിറ്റുകളാണ് ടോട്ടൽ. മൊത്തം ആ കമ്പനി നല്ല ലാഭത്തിലായിരുന്നു. ബ്ലൂ ചിപ്പ് കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്ന വൻ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായിരുന്നു. മാവൂരിൽ മാത്രമാണ് സിക്നസ് വന്നത്, റോ മെറ്റീരിയൽ ഷോർട്ടേജ്, മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ വന്നു. അന്ന് ബിർള അപേക്ഷ കൊടുത്തു, കേരള ഗവൺമെന്റ്. അന്ന് നായനാർ മുഖ്യമന്ത്രിയായ ഗവൺമെന്റാണ്, സുശീല ഗോപാലനാണ് വ്യവസായ വകുപ്പ് മന്ത്രി. ഞാനന്ന് MLA ആണ്, ആ യൂണിയന്റെ പ്രസിഡന്റാണ്. ഈ അപേക്ഷ കൊടുത്ത് പിറ്റേ ദിവസം മുതൽ ഒരു പ്രൊഡക്ഷൻ നിർത്തി. എന്നാൽ തൊഴിലാളികളെല്ലാം ജോലിക്ക് ഹാജരാവണം. അവർ ഹാജരായി അവരുടെ ജോലി സ്ഥലത്ത് ചെന്നിരിക്കും. 3 ഷിഫ്റ്റായിരുന്നു. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ തിരിച്ചു പോരും, സമയം കഴിഞ്ഞാൽ തിരിച്ചു പോരും. കൃത്യമായി ശമ്പളം കിട്ടും. ഒരു മാസം 2 കോടി രൂപ ശമ്പള ചെലവ് അന്ന് ബിർളക്ക് കൊടുക്കേണ്ടി വന്നു. ആ അപേക്ഷ 3 മാസം തികയുന്നതിന് 2 ദിവസം മുമ്പ് നിരസിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് ഒരു ഉത്തരവ് തയ്യാറാക്കി. ഒരു സ്പെഷ്യൽ മെസഞ്ചർ മുഖേന ബിർളയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ആഫീസിൽ നേരിട്ട് എത്തിച്ചു കൊടുത്തു. തപാലിൽ അയച്ചാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രശ്നമാവണ്ടെന്നുള്ളതുകൊണ്ട് ബിർളക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ ഗവൺമെന്റ് ഉത്തരവിനെതിരെ അവരുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് നിൽക്കുന്ന മധ്യപ്രദേശിലെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. അവിടെ കേസ് കൊടുക്കുന്നുണ്ട്. ആ കേസിൽ കേരള ഗവൺമെന്റ് കക്ഷി ചേർന്നു. ഞങ്ങൾ ട്രേഡ് യൂണിയനുകളും കക്ഷി ചേർന്നു. കേസ് നീണ്ടുപോയി. ആ സമയത്തൊക്കെ ശമ്പളം കൊടുത്തു. അതായിരുന്നു ആ നിയമത്തിന്റെ ശക്തി. പൂട്ടാൻ കഴിയില്ലായിരുന്നു. 2001 തെരഞ്ഞെടുപ്പിൽ LDF തോൽക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്തു. AK ആന്റണി മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് വന്നപ്പോൾ അവരുടെ നിലപാട് നേരെ മറിച്ചായിരുന്നുകൊണ്ട് പിന്നെ ആ നിലപാടിൽ നിൽക്കാൻ ട്രേഡ് യൂണിയനുകൾക്ക് ധൈര്യം കുറഞ്ഞു. ഗവൺമെന്റ് ആ കേസിൽ നിന്ന് പിന്മാറി. തൊഴിലാളികൾ ഒറ്റപ്പെട്ടു. അവസാനം പിന്നെ റിട്രഞ്ച്മെന്റിന്റെ അപേക്ഷ പ്രകാരം പിരിഞ്ഞു പോകാൻ തൊഴിലാളികൾ ചർച്ച നടത്തി. കോമ്പൻസേഷൻ തീരുമാനമെടുത്ത് എഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടി വന്നു. അതൊരു അവസ്ഥയാണ് കേരളത്തിൽ. ഇപ്പോൾ ഈ നിയമത്തിൽ മാറ്റം വന്നു. 300 അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ മാത്രമേ ഈ ഹർജി അപേക്ഷ കൊടുക്കേണ്ടതുള്ളൂ. 100 എന്നത് ത്രഷോൾഡ് 300 ആക്കി മാറ്റി. 300 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വ്യവസായശാലകൾ ഇന്ത്യയിൽ വളരെ അപൂർവമാണ്. 3000-വും 30,000-വും തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കമ്പനികളുണ്ട്. പക്ഷെ അവിടെ കമ്പനി രജിസ്റ്ററിൽ പെർമനന്റ് എംപ്ലോയി എന്ന് പറയുന്നവൻ 200-ഓ 250-ഓ അത്രയേ ഉണ്ടാവും. ബാക്കി മുഴുവൻ കോൺട്രാക്ട് വർക്കർ, കാഷ്വൽ, അപ്രന്റീസ്, ട്രെയിനി, ഇങ്ങനെ പല പേരുകളിലായി അവർ ജോലി ചെയ്യിക്കും. ഔട്ട്സോഴ്സിംഗ് പല വിധത്തിൽ. കോൺട്രാക്ട് വർക്കേഴ്സിന് ഫാക്ടറിക്ക് ഉള്ളിൽ ജോലി ചെയ്യിക്കും.
അപ്പൊ അവരുടെ നിയമത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ അവർക്ക് ഇത് ചെയ്ത് ഇങ്ങനെ പോകാമായിരുന്നു. ഇപ്പൊ ഇത് ത്രഷോൾഡ് 100 തൊഴിലാളി എന്നാക്കി മാറ്റിയതോടുകൂടി ഇന്ത്യയിലെ ഒരു വ്യവസായത്തിലും തൊഴിലാളികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത്. മാനേജ്മെന്റുകൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇപ്പോൾ ഒരു ഫാക്ടറി കേരളത്തിലാണെങ്കിൽ ഇവിടെ പെട്ടെന്ന് അവർക്ക് ഒരു പ്രശ്നം വന്നാൽ കർണാടകത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ആന്ധ്രയിലേക്ക് മാറ്റാം. തൊഴിലാളിക്ക് എവിടെ പോകാൻ പറ്റും? അപ്പൊ ജോലി സ്ഥിരത എന്ന സുരക്ഷിതത്വം ഈ നിയമം നടപ്പായതോടുകൂടി ഇല്ലാതായി. ഹയർ ആൻഡ് ഫയർ എന്ന് പറയുന്ന തത്വം, ജോലിക്കാരെ എടുക്കുക, പറഞ്ഞുവിടുക എന്ന തത്വം എളുപ്പമാക്കി എന്നതാണ് ഈ പുതിയ നിയമം വന്നപ്പോഴുള്ളത്. ഇത് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വമാണ് ഇല്ലാതാക്കുന്നത്. ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് കൂട്ടായ വിലപേശൽ ശക്തിപ്പെട്ടു വന്നാൽ ആ ഫാക്ടറി യൂണിറ്റ് വേണ്ടെന്ന് നോക്കാം മാനേജ്മെന്റുകൾക്ക്. അപ്പോൾ തൊഴിലാളികൾ ഭയപ്പെടും ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് കൂട്ടായി വിലപേശാനുള്ള അവരുടെ ഉപകരണമാണ്. അതില്ലെങ്കിൽ ഒരു മുതലാളിയും സ്വമേധയാ തൊഴിലാളികൾക്ക് ശമ്പളം ന്യായമായത് കൊടുക്കുകയോ മറ്റ് സർവീസ് കണ്ടീഷൻസ് പുതുക്കുകയോ ചെയ്യില്ല. അവര് റിട്ടേൺ ഓവർ ദി ഇൻവെസ്റ്റ്മെന്റ് എന്നതിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. അല്ലാതെ തൊഴിലാളി ക്ഷേമമല്ല. അവർ തൊഴിലാളി ക്ഷേമത്തിനല്ല ഫാക്ടറി നടത്തുന്നത്. ഈ തൊഴിലാളി സംഘടനകൾ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നിയമത്തിന്റെ ഒരു കമ്പൽഷനും തൊഴിലാളികൾ സംഘടിതമായി ഉയർത്തുന്ന പ്രഷറും കൂടി ചേരുമ്പോഴാണ് ശമ്പള വർധനവ്, ആനുകൂല്യങ്ങൾ, ജോലി സ്ഥിരത ഇതെല്ലാം ഉണ്ടാകുന്നത്. ആ സാഹചര്യമേ ഇന്ത്യ രാജ്യത്ത് ഇല്ലാതായി. ഇത് വളരെ ലാഘവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമല്ല. പിന്നെ ഓരോ സ്ഥാപനത്തിലുള്ള തൊഴിലാളികൾ വ്യത്യസ്ത കാറ്റഗറികളിൽ ആളുകളുണ്ടാവും. സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് തൊഴിലാളി യൂണിയനും മാനേജ്മെന്റും ചർച്ച ചെയ്ത് ലേബർ ഡിപ്പാർട്ട്മെന്റും ഒപ്പിടുന്നതാണ് ഈ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്. അത് ഓരോ കമ്പനിയുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കണമെന്നാണ്. തൊഴിലാളികൾ ജോലിക്ക് വരേണ്ട സമയം, അവരെ ജോലി, അതുപോലെ തന്നെ വിശ്രമ സമയം, ഇതൊക്കെ വ്യവസ്ഥ ചെയ്യുന്നതാണ്. അതിൽ തൊഴിലാളികളുടെ കാറ്റഗറികൾ നിശ്ചയിക്കും. പെർമനന്റ്, റിസർവ്, കാഷ്വൽ, അപ്രന്റീസ്, ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറികൾ നിശ്ചയിക്കും. അതിലൊന്നും ഇല്ലാത്ത ഒരു പുതിയ കാറ്റഗറി ഈ പുതിയ ലേബർ കോഡിൽ വന്നിരിക്കുന്നു. ഫിക്സഡ് ടേം എംപ്ലോയി, നിശ്ചിത കാലത്തേക്ക് ജോലിക്ക് വെക്കുക. ലോകാവസാനം വരെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്കാരെ വെക്കുമ്പോൾ റിട്ടയർമെന്റ് ഏജ് വരെയുള്ള കാലത്തേക്കാണ് സാധാരണ ജോലിക്ക് വെക്കുക. അതിന് പകരം 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ഇങ്ങനെ ടേം നിശ്ചയിച്ച് ജോലിക്ക് വെക്കുക. ഒരു പുതിയ വിഭാഗം വരിക. അത് ക്യാഷല്ല, കോൺട്രാക്ട് അല്ല, റിസർവ് തൊഴിലാളിയല്ല. ഇവർക്ക് ശമ്പളം മാനേജ്മെന്റ് നിശ്ചയിക്കും. മാനേജ്മെന്റിന് താല്പര്യമുണ്ടെങ്കിൽ കാലാവധി കഴിഞ്ഞാൽ അവരുടെ സർവീസ് നീട്ടിക്കൊടുക്കാം, ഇല്ലെങ്കിൽ പറഞ്ഞുവിടാം. അതിനിടയിൽ തന്നെ പറഞ്ഞുവിടാം. അപ്പൊ അവർ ട്രേഡ് യൂണിയനിൽ ചേർന്നാൽ മാനേജ്മെന്റിന് ഇഷ്ടമുണ്ടാവുമോ? അവർ മുദ്രാവാക്യം വിളിച്ചാൽ മാനേജ്മെന്റിന് ഇഷ്ടമുണ്ടാവുമോ? അപ്പൊ സ്വാഭാവികമായും മാനേജ്മെന്റിന് വിധേയമായി നിൽക്കാൻ അവർ നിർബന്ധിതരാവും, അല്ലെങ്കിൽ ഉപജീവനം തകർന്നുപോകും. അപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ ഫ്രീ അറ്റ്മോസ്ഫിയർ എല്ലായിടത്തും രൂപം കൊള്ളും ഇങ്ങനെയുള്ള തൊഴിലാളികളാവുമ്പോൾ. ഇതാണ് ഈ നിയമത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം. അത് നടപ്പാക്കലാണ് ഇതിന്റെ ഭാഗമായി നടക്കാൻ പോകുന്നത്. ട്രേഡ് യൂണിയൻ ദുർബലമാകുന്നതിനനുസരിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ, തൊഴിലാളികളുടെ വേതനം, മറ്റ് ആനുകൂല്യങ്ങൾ ഇതെല്ലാം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ ആരുണ്ട് ചോദിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് തീരുമാനമുണ്ടാക്കുക? ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ കാര്യം ഞാൻ പറഞ്ഞു. പണിമുടക്കുക അത് കൂട്ടായ വിലപേശലിന്റെ ഭാഗമായ ഒരു അവകാശമായിരുന്നു തൊഴിലാളികളുടെ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് അനുസരിച്ചും ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ചും തൊഴിലാളികൾക്ക് പണിമുടക്ക് സമരം നടത്താൻ അവകാശമുണ്ടായിരുന്നു. 14 ദിവസം മുൻകൂട്ടി നോട്ടീസ് കൊടുത്താൽ മതി. അങ്ങനെ നോട്ടീസ് മാനേജ്മെന്റ് കൊടുത്താൽ ഞങ്ങൾ പണിമുടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഇത്രാം തീയതി ഇത്ര സമയം മുതൽ പണിമുടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഒരാളെയും പിരിച്ചുവിടാൻ പറ്റില്ല. ഒരു കോടതിയിലും നടപടിയെടുക്കാനും പറ്റില്ല. അതിനിടയിൽ കൂടിയാലോചന നടത്തി പണിമുടക്ക് മാറ്റി ഒപ്പിക്കാൻ അല്ലെങ്കിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ മാനേജ്മെന്റിന് അവസരവും കിട്ടും. നിരോധിക്കാൻ പോലും പറ്റില്ല. കോടതിക്ക് നിരോധിക്കാൻ പോലും പറ്റില്ല. നിയമം അനുസരിച്ച് അവർക്ക് 14 ദിവസം മുൻകൂട്ടി നോട്ടീസ് കൊടുക്കാം. ഇപ്പോൾ 60 ദിവസം മുമ്പേ നോട്ടീസ് കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിന്റെ ഉള്ളിൽ
നെഗോഷിയേഷൻ നടക്കുന്നത് നെഗോഷിയേറ്റിംഗ് യൂണിയൻ എന്ന് പറയുന്ന ഒരു യൂണിയനെ മാനേജ്മെന്റിന് തെരഞ്ഞെടുക്കാം. രജിസ്ട്രേഡ് ട്രേഡ് യൂണിയനുകളെ മുഴുവൻ വിളിച്ചാണ് നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. നെഗോഷിയേറ്റിംഗ് യൂണിയൻ എന്ന് സെലക്ട് ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അത് മാനേജ്മെന്റിന്റെ ലോയൽ യൂണിയൻ ആയിരിക്കും. അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഏത് മാനേജ്മെന്റുകൾക്ക് സാധിക്കും. കേരളം പോലെ അല്ലല്ലോ മറ്റ് സംസ്ഥാനങ്ങൾ. ഇവിടെ തൊഴിലാളികൾക്ക് അവകാശബോധമുണ്ട്, അവർക്ക് സമരം ചെയ്യാനുള്ള ധൈര്യമുണ്ട്, അതിനുള്ള രാഷ്ട്രീയ ബോധമുണ്ട്, സംഘടിത ശക്തിയുണ്ട്. എന്നാൽ ജോലിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് അഭ്യസ്തവിദ്യരായ കുറെ ആളുകൾ ബോംബെയിലോ കൽക്കത്തയിലോ മറ്റേതെങ്കിലും നഗരത്തിലോ പോയി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ ജോലി സംരക്ഷണം എന്നത് പ്രധാന പ്രശ്നമാണ്. അവർക്കാർക്കും അവിടെ ഇത്തരം അന്യായങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടില്ല. ഇതിനെ ശക്തിപ്പെടുത്തുന്നതാണ് പണിമുടക്ക് നോട്ടീസ് 60 ഡേയ്സ് പ്രയർ നോട്ടീസ് കൊടുക്കണം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവരുന്നത്. അതിനിടയിൽ ഭിന്നിപ്പിട്ടാക്കാനും ഭീഷണിപ്പെടുത്താനും എല്ലാമുള്ള അവസരം മാനേജ്മെന്റിന് ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ സമരം എന്ന സംഗതി ഉണ്ടാവില്ല, നടത്താൻ കഴിയാത്ത അവസ്ഥ വരും. പിന്നെ ഈ നെഗോഷിയേറ്റിംഗ് യൂണിയൻസ് എന്ന നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് നടത്തുമ്പോൾ അവിടെയുള്ള ട്രേഡ് യൂണിയനുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരും. അതിൽ അംഗീകാരം കിട്ടാത്തവർ അവർ വെളിയിലാവും. അപ്പൊ തൊഴിലാളി സംഘടനകൾ തമ്മിലുള്ള ഐക്യമില്ലാതാവും. എല്ലാ ഫാക്ടറി തൊഴിലാളികളും ഒരു യൂണിയനിൽ തന്നെ വന്നുകൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ എല്ലാ തൊഴിലാളികളും അടങ്ങുന്ന വ്യത്യസ്ത യൂണിയനുകൾ ഒരുമിച്ച് ചേർന്ന് പൊതു കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ സ്ഥാപനത്തിലെ മുഴുവൻ തൊഴിലാളികളുടെയും റെപ്രസന്റേഷനായി യോജിച്ച ആക്ഷൻ കമ്മിറ്റിക്ക് വരും. ഇനി മേലിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവില്ല എന്നതാണ് വരാൻ പോകുന്ന ആപത്ത്. നെക്സ്റ്റ്, തൊഴിൽ സമയം 8 മണിക്കൂർ ജോലി എന്ന തത്വം എത്രയോ കാലമായി നമ്മൾ അംഗീകരിച്ചതാണ്, നമ്മൾ കേൾക്കുന്നതാണ്. 1848 ചിക്കാഗോ തൊഴിലാളികളുടെ പ്രകടനം തൊട്ട് കേട്ട മുദ്രാവാക്യങ്ങളാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്ന നിയമം ഉണ്ടായത്. ILO അംഗീകരിച്ച ഒരു കൺവെൻഷനാണ് 8 മണിക്കൂർ ജോലി. ഒരു മനുഷ്യൻ ഒരു ദിവസം ചെയ്യേണ്ടത് 8 മണിക്കൂർ ജോലിയാണ്. അതിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നാൽ അവർക്ക് ഇരട്ടി വേതനം കൊടുക്കണം എന്ന വ്യവസ്ഥയൊക്കെ വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്, ILO കൺവെൻഷന്റെ അടിസ്ഥാനത്തിലാണ്. അത് റാറ്റിഫൈ ചെയ്താണ് നമ്മൾ നിയമം ഉണ്ടാക്കിയത്. ഇപ്പൊ എന്താ വാദം? ഇൻഫോസിസിന്റെ മേധാവി ഇന്നലെ മെനിയാന്ന് പറഞ്ഞത് 996 എന്ന തത്വം ഇവിടെ നടപ്പാക്കണമെന്നാണ്. 9 to 96, രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ജോലി ചെയ്യണം, ആഴ്ചയിൽ 6 ദിവസം. അങ്ങനെയാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെടുകയാണ്. എവിടുന്ന ഇവർക്കൊക്കെ ഈ ധൈര്യം വരുന്നത്? ഇത് ഒരു മുതലാളിയല്ല, പല മുതലാളിമാരും പറഞ്ഞു കഴിഞ്ഞു. ജോലി സമയം ദീർഘിപ്പിക്കണം, എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് വളരാൻ സാധിക്കൂ എന്നൊക്കെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം 10-15 മണിക്കൂറൊക്കെ പണിയെടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില മേഖലയിലൊക്കെ അങ്ങനെ ജോലി ചെയ്യിക്കുന്നുണ്ട് ചില ആളുകൾ. പക്ഷെ സാങ്കേതിക വിദ്യ വളരെയേറെ വികസിച്ച സാഹചര്യത്തിൽ പുതിയ സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് തൊഴിൽ ചെയ്യുന്നവർ 8, 10, 15 മണിക്കൂർ ജോലി ചെയ്യേണ്ട കാര്യമില്ല. 100 കൊല്ലം മുമ്പ് നടത്തുന്ന ഉൽപാദനം നടത്താൻ ഇന്നത്തെ തൊഴിലാളികളുടെ അധ്വാന ശക്തിയും അവരുപയോഗിക്കുന്ന ടൂൾസും ടെക്നോളജി ഉപയോഗിച്ചാൽ 1 മണിക്കൂർ മതിയോ, അല്ലെ 2 മണിക്കൂർ മതിയോ? പണ്ട് ചരക്കുകൾ കൊണ്ടുപോയിരുന്നത് കാളവണ്ടികളിലാണ്. ഞാൻ ജനിച്ചു വളർന്നത് ചാലിയാർ തീരത്തൊരു സ്ഥലത്താണ്. നിലമ്പൂർ കാട്ടിൽ നിന്ന് മരം വെട്ടിയിട്ട് ചാലിയാറിലൂടെ ഒഴുക്കിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത് കല്ലായിലേക്ക്. ലോറിയൊക്കെ പിന്നെ വന്നു. മോട്ടോർ വാഹനങ്ങൾ വന്നപ്പോൾ ഈ ചരക്കുകടത്ത് വളരെ വേഗത്തിലായി. ഇതുപോലെ തന്നെ ടെക്നോളജികളെല്ലാം വന്ന് ആ കാലത്ത് തൊഴിലാളികൾ ഒരു ദിവസം 12 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറയുന്ന ഈ മുതലാളിമാർ എത്ര നികൃഷ്ടരാണ്. അതിനെ സ്വാധീകരിക്കുന്നതാണ് ഈ ലേബർ കോഡുകൾ. 8 മണിക്കൂർ ജോലി എന്ന തത്വം കാറ്റിൽ പറക്കും. എന്താ സംഭവിക്കുന്നതെന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികൾക്ക് വിശ്രമ സമയം കിട്ടില്ല. അവന്റെ ആരോഗ്യം അതിവേഗം തകർന്നു പോകും. അവന്റെ ആയുസ് കുറയും. ഇതൊന്നും അവർക്കൊരു കൺസേണേ അല്ല, ഗവൺമെന്റിന് ഒരു കൺസേണേ അല്ല. അത്ര അപകടകരമാണ്. പിന്നെ വരുന്നത്, ജോലിയിൽ തുടരാൻ തൊഴിലാളികൾ വളരെ ലോയലായിരിക്കേണ്ടി വരും. അവര് ഏതെങ്കിലും സംഘടനയിൽ ചേർന്നാൽ പ്രതികാര നടപടി സ്വീകരിക്കാൻ ഈ നിയമങ്ങളിൽ വ്യവസ്ഥകളുണ്ട്. ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനും ട്രേഡ് യൂണിയൻ അംഗത്വം എടുക്കാനും അവർ ഭയപ്പെടും. അപ്പോൾ സംഭവിക്കുന്നത് ഒരു ട്രേഡ് യൂണിയൻ ഫ്രീ വർക്ക് പ്ലേസ്
അപ്പം അങ്ങനെ വന്നാൽ ഹയർ ആൻഡ് ഫയർ എന്ന് പറയുന്നത് ജോലിക്കെടുക്കുക, ആവശ്യമില്ലാത്തപ്പോൾ അവരെ ഫയർ ചെയ്യുക, ഒഴിവാക്കുക എന്നത് വളരെ വളരെ എളുപ്പമായി മാറും. കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയിൽ ജിഗ് പ്ലാറ്റ്ഫോമിലെ വർക്കേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സ്വിഗ്ഗി, സൊമാറ്റോ, യൂബർ തുടങ്ങിയ പ്ലാറ്റ്ഫോം വർക്കേഴ്സിന്റെ പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലാണ് അവരുടെ വേതനം, ജോലി വ്യവസ്ഥ സംരക്ഷിക്കുക എന്നതിന് വ്യക്തമായ ഒരു നിർദ്ദേശമില്ല. അവർക്കൊരു എംപ്ലോയർ റിലേഷൻഷിപ്പ് തന്നെ എന്താ പറയാ ഒരു അവ്യക്തമാണ്. അവരെ ഓൺലൈനിൽ തന്നെ പിരിച്ചുവിടാൻ പറ്റും. ഒരാളെ ഇപ്പൊ യൂബർ ടാക്സി ഓടിക്കുന്ന ഒരു ഡ്രൈവറെ അവരുടെ നെറ്റ് കണക്ഷൻ അങ്ങ് വേർപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾ തൊഴിലാളി അല്ലാണ്ടായി. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയുള്ള കാലത്ത് അതിനെ സംരക്ഷിക്കാനുള്ള ഒരു വ്യവസ്ഥയും ഈ നിയമത്തിലില്ല. പിന്നെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിന് ഫണ്ടിങ് എങ്ങനെയാണെന്നുള്ളതിന് OSH കോഡിൽ ഒരു വ്യവസ്ഥയും പറയുന്നില്ല. 12 മണിക്കൂർ ജോലി ദിവസം എന്ന നിലയിലേക്ക് കൊണ്ടുപോകാനാണ് തൊഴിലുടമകൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഓവർ ടൈം എന്ന് പറയുന്നത് പിന്നെ തീരെ ഇല്ലാതാവും. അധിക സമയം ജോലി ചെയ്താൽ അവർക്ക് ഓവർ ടൈം വേതനം കൊടുക്കണം. കിട്ടുന്നുണ്ടായിരുന്നു, അതും ഇല്ലാതാവും. പിന്നെ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ലേബർ ഇൻസ്പെക്ഷൻ അതൊരു നിയമമാണ്. തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ സ്ഥാപനങ്ങൾ പരിശോധിക്കാറുണ്ടായിരുന്നു. അതിന് അവകാശമുണ്ട് അവർക്ക്. ഈ പരിശോധിക്കാൻ പോകുന്നവർ സ്ഥാപനങ്ങളെ ഹരാസ് ചെയ്യുന്നു എന്നാണ് സ്ഥാപന ഉടമകളുടെ ഒരു പരാതി. അപൂർവം ചില ഘട്ടങ്ങളിൽ അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ചില ഉദ്യോഗസ്ഥന്മാർ, അപൂർവം ചില ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ജനറലി അങ്ങനെയല്ല. ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ കയറി ചെന്ന് നിങ്ങളുടെ രജിസ്റ്റർ എവിടെ എന്ന് ചോദിച്ചാൽ അവിടെയുള്ള തൊഴിലാളികളെല്ലാം ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോഴാണല്ലോ അവർ തൊഴിലാളിയാവുന്നത്. ഇവിടെ 100, 150, 200 ആളുകളൊക്കെ ജോലി ചെയ്യുന്ന വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, ഷോപ്പിംഗ് മാളുകൾ, സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെ ജോലി ചെയ്യാൻ വരുന്ന തൊഴിലാളികളെ രജിസ്റ്റർ ഉണ്ടോ? ആര് പരിശോധിക്കണം? ലേബർ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കണം. അസിസ്റ്റന്റ് ലേബർ ഓഫീസറുടെ റാങ്കിലുള്ള ലേബർ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ലേബർ ഡിപ്പാർട്ട്മെന്റിലെ വിഭാഗം പരിശോധിക്കണം. അത് വേണ്ടെന്ന് വെച്ചിരിക്കാം. ഓൺലൈൻ സബ്മിഷൻ മതി എംപ്ലോയർ. അയാൾക്ക് എന്ത് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാനോ. ഈ തൊഴിലാളിയുടെ പേരുണ്ടോ? തൊഴിലാളിക്ക് സ്ത്രീ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായി വസ്ത്രം മാറ്റാൻ അവർക്ക് ശൌചാലയം പ്രത്യേകമായി ഏർപ്പെടുത്തിയിട്ടുണ്ടോ? വിശ്രമ സമയത്ത് വിശ്രമിക്കാൻ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് വ്യത്യസ്തമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ പോയി നേരിട്ട് പരിശോധിച്ചാലേ ഫിസിക്കൽ വെരിഫിക്കേഷനിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. എംപ്ലോയർ ഞാൻ ഇതെല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെന്ന് ഓൺലൈനിൽ ഒരു റിപ്പോർട്ട് കൊടുത്താൽ അതിന്മേൽ തൃപ്തിപ്പെട്ടു നിന്നാൽ ഏത് തൊഴിലാളിക്കായി ആനുകൂല്യം കിട്ടുക? ഇൻസ്പെക്ഷൻ വേണ്ട. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ എവിടെയെങ്കിലും അനാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നത് ന്യായം. എന്നാൽ ഇൻസ്പെക്ഷനേ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ നിയമം ഒരിടത്തും നടപ്പാവില്ല. പലരും ഭയപ്പെട്ടിട്ടൊന്നും പറയില്ല, പേടിച്ചിട്ട്. നാളെ പിരിച്ചുവിട്ടാൽ എന്ത് ചെയ്യും? ലേബർ ഇൻസ്പെക്ഷന്റെ ഒരു പ്രശ്നം വരുന്നതാണ്. പണ്ട് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചാൽ അതിന് ഫൈൻ അവന് ജയിൽ ശിക്ഷ വരെ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. ഫാക്ടറീസ് ആക്ടിൽ തൊഴിലുടമകൾക്ക് എല്ലാ പണിഷ്മെന്റും ഒഴിവാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങൾ. അവർക്ക് ഒരു ഫൈൻ അടച്ചാൽ മതി, ജയിൽ ശിക്ഷ വേണ്ട എന്ന് തീരുമാനം. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചാൽ ജയിൽ ശിക്ഷ വേണ്ട എന്ന്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്ട് നടപ്പായില്ലെങ്കിൽ ജയിൽ ശിക്ഷ കൊടുക്കണമായിരുന്നു. അതുപോലെ തൊഴിലാളി സംരക്ഷണത്തിന് ഒട്ടേറെ കാര്യങ്ങളിൽ ഈ വ്യവസ്ഥ ഉണ്ട്, അതെല്ലാം ഒഴിവാക്കി. കോടികൾ ലാഭം കൊയ്യുന്ന മുതലാളിമാർക്ക് ഫൈനായി 5 ലക്ഷമോ 10 ലക്ഷമോ കൊടുക്കാൻ എന്താ മടി? തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കുന്നതിനേക്കാൾ ലാഭമായിരിക്കും അത്. അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്ത് ചെയ്യും തൊഴിലാളികൾ? സ്ത്രീ തൊഴിലാളികൾക്ക് രാത്രിയും ജോലി ചെയ്യാൻ അവകാശം ലഭിച്ചു എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് വലിയ വായിൽ വലിയൊരു അവകാശമായിട്ട് പറയുന്നത്. ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് രാത്രികാലങ്ങളിൽ സ്ത്രീകളെ ജോലിക്ക് വെക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ 8 മണിക്കൂർ ജോലി സ്പ്രെഡ് ഓവർ ഡ്യൂട്ടി എന്ന നിലയിൽ 12 മണിക്കൂറിനുള്ളിൽ 8 മണിക്കൂർ ജോലി എന്ന് ക്രമീകരിക്കാനുള്ള അവകാശം ആ നിയമം അനുവദിച്ചിരുന്നു. അത് ഈ
ഷോപ്പുകളെ കണ്ടിട്ട് ഷോപ്പുകളിലെ ഒരു ബിസിനസിന്റെ ആസ്പദമാക്കിയാണ് അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയത്. വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, വലിയ ഷോപ്പുകൾ ഉച്ച സമയത്തൊന്നും കസ്റ്റമേഴ്സിനെ അധികം ഉണ്ടാവില്ല. അപ്പൊ രാവിലെ ജോലിക്ക് വന്നാൽ ആ സമയത്ത് ഒരു വിശ്രമമുള്ളതായി കണക്കാക്കുകയും എന്നിട്ടൊരു 5 മണി വരെയൊക്കെ ജോലി ചെയ്യുകയും ചെയ്യാമായിരുന്നു. പിന്നെ ഈ സ്പ്രെഡ് ഓവർ ഡ്യൂട്ടി ഉള്ളയിടത്ത് സ്ത്രീ തൊഴിലാളികളെ ജോലിക്ക് വെക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥ രാത്രി സമയങ്ങളിൽ സ്ത്രീകളെ ജോലി ചെയ്യിക്കുന്നത് അനുവാദം ഉണ്ടായിരുന്നില്ല. ഇനി ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ വന്നാൽ അവർക്ക് രാത്രി നിൽക്കേണ്ടി വന്നാൽ സുരക്ഷിതമായ ഇടം നൽകണമായിരുന്നു. 8 മണിക്കോ 9 മണിക്കോ ജോലി അവസാനിച്ച് വീട്ടിൽ പോകേണ്ടി വരികയാണെങ്കിൽ കൺവെയൻസ് മാനേജ്മെന്റ് ഒരുക്കണമായിരുന്നു. അല്ലെങ്കിൽ പബ്ലിക് കൺവെയൻസ് ചിലപ്പോൾ കിട്ടാതെ വന്നാലോ ആ പബ്ലിക് കൺവെയൻസിൽ ബസ്സിലൊക്കെ കയറി ഒരു സ്ഥലത്തിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഉണ്ടാകാവുന്ന സുരക്ഷിതത്വത്തിന്റെ പ്രശ്നമില്ലേ? അതിന് സ്വന്തമായി വാഹനം ഓടിച്ചു പോകാൻ ഏത് തൊഴിലാളിക്ക് സാധിക്കും? ഇനി ഓട്ടോറിക്ഷ വിളിച്ചു പോകേണ്ടി വന്നാൽ എന്ത് ചെലവ് വരും? ഇതൊക്കെ കണക്കാക്കിയാണ് സ്ത്രീകളെ രാത്രി സമയത്ത് ജോലി ചെയ്യിക്കുന്നതിനുള്ള ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. എന്നാൽ റെയിൽവേ, ഹോസ്പിറ്റലുകൾ ഇവിടെയൊക്കെ ധാരാളം സ്ത്രീ തൊഴിലാളി രാത്രി ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ധാരാളം സ്ത്രീകളെ ജോലി ചെയ്യുന്നു, ഒരാളോ രണ്ടാളോ അല്ല. ഇപ്പോൾ ഈ റെസ്ട്രിക്ഷനൊക്കെ പോവാൻ രാത്രി സമയത്തും സ്ത്രീകളെ ജോലിക്ക് വെക്കാം, നിയമപരമായി അംഗീകാരം കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ അവരുടെ താമസ സ്ഥലം ഒന്നിലേറെ സ്ത്രീകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തൽ, ഇടയ്ക്ക് വെച്ച് ജോലി അവസാനിപ്പിച്ചു വിട്ടാൽ വീട്ടിലേക്ക് സുരക്ഷിതമായി എത്താനുള്ള സൗകര്യം, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്നതിന് ഒരു വ്യവസ്ഥയില്ല. എന്നിട്ട് സ്ത്രീകൾക്കും രാത്രി ജോലി ചെയ്യാൻ അവകാശം കൊടുത്തു എന്നുള്ള വലിയ അവകാശവാദമാണ് ഗവൺമെന്റ് പറയുന്നത്. ഇത് മനുഷ്യത്വരഹിതമായ ഒരു നിലപാടാണ് ഈ നിയമത്തിലൂടെ വരുന്നത്. പിന്നെ ESI, പ്രോവിഡന്റ് ഫണ്ട് തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ നേരത്തെ വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥാപനമാണ് ആണെങ്കിൽ 10 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ഫാക്ടറി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തും. കറണ്ട് ഉപയോഗിക്കാത്ത സ്ഥാപനങ്ങളാണെങ്കിൽ 20 തൊഴിലാളികൾ ജോലി ചെയ്താൽ അവരെ ആ സ്ഥാപനങ്ങളെ ഫാക്ടറി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ പ്രോവിഡന്റ് ഫണ്ട്, ESI തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം. മിനിമം വേജ് ആക്ട് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം. ഇപ്പൊ ത്രഷോൾഡ് 20 ആക്കി മാറ്റി. അങ്ങനെ മാറ്റം വരുമ്പോൾ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 5 പേരോ അല്ലെങ്കിൽ 6 പേരോ ജോലി ചെയ്താലും 500 ആളുകൾ ജോലി ചെയ്യുന്ന ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ ഈ തൊഴിലാളികൾക്കുണ്ടാകുന്ന പഴയ സംരക്ഷണം പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. ഇതിന് പകരമായിട്ട് യാതൊരു ബദലും പറയുന്നില്ല. ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തൊഴിൽ ബന്ധങ്ങളിലേക്കാണ് ഈ രാജ്യത്തെ ഈ ഗവൺമെന്റ് കൊണ്ടുപോകുന്നത്. ജോബ് സെക്യൂരിറ്റി, തൊഴിൽ സുരക്ഷിതത്വം എന്നത് പൂർണ്ണമായും ഇല്ലാതായി. ശമ്പളം വീട്ടിലേക്ക് തൊഴിലാളികൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ടേക്ക് ഹോം സാലറി, അവരുടെ ചെലവ് കഴിച്ച് ബാക്കി വരുന്ന പണം, അതിന്റെ അളവ് കുറയുന്നു. കൂട്ടായി വിലപേശലിലൂടെ അത് വർദ്ധിപ്പിക്കാനുള്ള വഴിയും അടയുകയാണ്. തൊഴിൽ സമയം ദീർഘിക്കുകയാണ്. വീക്ക്ലി ഓഫ് തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. പുതിയ വാദം ഞാൻ പറഞ്ഞല്ലോ, 996 എന്ന് പറയുന്ന തത്വം നടപ്പാക്കണം. ലാർസൻ ട്യൂബ്രോന്റെ മുതലാളി ആഴ്ചയിൽ 72 മണിക്കൂർ ജോലി ചെയ്യണമെന്നായി പരസ്യമായിട്ട് ആവശ്യപ്പെട്ട്. ഒരു തൊഴിലാളി നിശ്ചയിക്കപ്പെട്ട വേതനം കിട്ടാൻ ഒരാഴ്ചയിൽ 48 മണിക്കൂറേ ജോലി ചെയ്യാൻ പാടുള്ളൂ. 6 ദിവസം 8 മണിക്കൂർ വീതം, 6 8 48, ഒരു ദിവസം അയാൾ ഒഴിവ്. ഈ തരത്തിലായിരിക്കണം. അതിന് പകരമാണ് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലടക്കം മലബാറിലെ പലയിടങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് വെൽഫെയർ പാർട്ടിയും UDFും പരസ്പരം സഹകരിക്കുന്നത്. എന്നാൽ പരസ്യമായോ രഹസ്യമായോ വെൽഫെയർ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് UDF നേതൃത്വവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും പ്രതികരിക്കുന്നത്. പക്ഷേ മുക്കത്തിനടുത്തുള്ള കൊടിയത്തൂർ പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് UDF നേതാക്കൾ എത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ഇവരുടെ പ്രചരണ സാമഗ്രികളിലടക്കം UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്ന് രേഖപ്പെടുത്തിയാണ് പ്രചാരണം നടക്കുകയും ചെയ്യുന്നത്. ഇതിനു പിന്നാലെയാണ് കൊടിയത്തൂരിൽ നടന്ന UDF പഞ്ചായത്ത് കൺവെൻഷനിൽ KC അസ്ലം എന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് പങ്കെടുക്കുകയും ചെയ്ത്
KPCC നേതാവ് വിദ്യാ ബാലകൃഷ്ണനും PK ബഷീർ MLA അടക്കമുള്ള UDFിലെ പ്രമുഖർ കൂടി പങ്കെടുത്ത വേദിയിലായിരുന്നു KC അസ്ലം പങ്കെടുത്ത് പ്രസംഗിച്ചത്. അതിനിടെ വെൽഫെയർ പാർട്ടി UDF കൂട്ടുകെട്ടിനെതിരെ സമസ്ത നേതാവ് രംഗത്തെത്തുകയും ചെയ്തു. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി അകലം പാലിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം നൽകിയത്. അവർ രാഷ്ട്രീയത്തിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിക്കും, അതിനെ ലീഗ് പ്രതിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊടിയത്തൂരിനൊപ്പം ജില്ലയുടെ മറ്റ് ഇടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. പലയിടങ്ങളിലും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ധാരണ UDFും വെൽഫെയറുമായി ഉണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ഇപ്പോഴും ധാരണയിലെത്താൻ കഴിയാതെയിരിക്കുന്നു. അത്തരം ഇടങ്ങളിൽ രണ്ട് മുന്നണിയിലെയും അല്ലെങ്കിൽ രണ്ട് പാർട്ടികളിലെയും ആളുകൾ സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധന നടക്കുന്ന സമയത്തും ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന നിമിഷം പിൻവലിച്ച ശേഷം വീണ്ടും ധാരണയിലേക്ക് കടക്കുമെന്നുമാണ് വിവരം ലഭിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ലേബർ കോഡുകൾ നടപ്പാക്കാൻ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. ഇന്നലെ 2019 ആദ്യത്തെ കോഡ് ഓൺ വേജ് എന്ന് പറയുന്ന ആദ്യത്തെ കോഡ് പാസാക്കി. ബാക്കിയുള്ള 3 കോഡുകൾ 2020 പാസാക്കി. പാർലമെന്റിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ചില പാർട്ടികളൊന്നും മിണ്ടിയില്ല. 2020 3 കോഡുകൾ പാസാക്കുന്ന ഘട്ടത്തിൽ ഞാനെന്ന് പാർലമെന്റ് മെമ്പറാണ്. രാജ്യസഭയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് അനുകൂലിച്ച വോട്ട് ചെയ്തത്. BJPയുടെ പിന്നെ പ്രത്യേകം പറയാനില്ല. ഇടതുപക്ഷ പാർട്ടികളും DMK, സമാജ്വാദി പാർട്ടി തുടങ്ങിയ ചില പാർട്ടികളുമാണ് അന്ന് എതിർത്ത് വോട്ട് ചെയ്തത്. ഈ ലേബർ കോഡുകൾ പാർലമെന്റിൽ വന്നത് മുതൽ തൊഴിലാളി സംഘടനകൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ദേശീയ പ്രക്ഷോഭങ്ങൾ, പാർലമെന്റ് മാർച്ച് തുടങ്ങിയ ഒട്ടേറെ സമരങ്ങൾ നടത്തുകയുണ്ടായി. ഈ സമരങ്ങളിൽ നിന്നെല്ലാം BMS മാറിയിരുന്നു. BMS ഒഴികെയുള്ള നാഷണൽ ട്രേഡ് യൂണിയൻസ് ആണ് സമരത്തിന് തയ്യാറായി വന്നത്. AITUC, INTUC, CITU, HMS, DMKയുടെ LPF, AIUTUC തുടങ്ങിയ എല്ലാ സംഘടനയും ഒരു 10 കേന്ദ്ര ട്രേഡ് യൂണിയനുണ്ട്. BMS മാത്രം മാറിയിരുന്നു. എന്നാൽ BMSനും ചില റിസർവേഷൻ ഉണ്ടായിരുന്നു. ചില കോഡുകളിൽ തൊഴിലാളി വിരുദ്ധമാണ്, അതിൽ മാറ്റം വരുത്തണമെന്ന് അവർ കത്ത് കൊടുക്കുകയും അവർ ഗവൺമെന്റുമായി സംസാരിക്കുന്നുണ്ടെന്ന് ഞങ്ങളോടൊക്കെ പലപ്പോഴായി സംസാരിച്ചിരുന്നു. എടുക്കാൻ പാടില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അവർക്ക് തൊഴിലാളി താല്പര്യമൊന്നുമല്ല, രാഷ്ട്രീയ താല്പര്യം മാത്രമേ പ്രശ്നമുള്ളൂ. ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയമായി LDF, UDF ആയി മത്സരമൊക്കെ നടക്കുമ്പോൾ INTUC, CITUവിനോടൊപ്പം AITUCയോടൊപ്പം സമരത്തിൽ പോകാൻ പാടില്ല, യോജിച്ച പ്രവർത്തനം നടത്താൻ പാടില്ല. ദേശീയ പണിമുടക്കിൽ പോലും അവർ വേറെയാണ്. ദേശീയ തലത്തിൽ ഒരുമിച്ച് ആഹ്വാനം ചെയ്തായത്. ഇപ്പൊ 26ന്റെ പരിപാടി INTUC ദേശീയ തലത്തിൽ ആഹ്വാനം ചെയ്ത. പക്ഷെ കേരളത്തിൽ അവർ യോജിച്ച് വരാൻ കഴിയില്ല, അവർ ഒറ്റയ്ക്ക് വേറെ നടത്തുകയാണ്. ആ ഐക്യം തകർത്തത് കോൺഗ്രസാണ്. കോൺഗ്രസും പാർട്ടി എന്ന നിലയിൽ ഇത്തരം പ്രശ്നങ്ങളിൽ തൊഴിലുടമകൾക്ക് എതിരായ ശക്തമായ നിലപാടിലേക്ക് വരുന്നില്ല എന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ INTUC എല്ലാ സമരങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ബാക്കി സംഘടനകളെല്ലാം യോജിച്ച് 26-ാം തീയതി വലിയ പ്രക്ഷോഭം നടത്തും. INTUC കേരളത്തിന് വെളിയിൽ എല്ലായിടത്തും യോജിച്ചു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത്. ആ സമര പരിപാടികളിൽ നിങ്ങളും ഈ കാര്യത്തിൽ ഒരു നല്ല നിലപാടെടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലേബർ കോഡുകൾ പാർലമെന്റിൽ വന്ന ഘട്ടത്തിൽ ഈ കേരളത്തിൽ ആദ്യത്തെ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ ആയിരുന്നു. അന്നുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ ഒരു വലിയ ബാനറും പിടിച്ച് ഇവിടെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് ഈ ആഫീസിന്റെ മുമ്പിൽ ഒരു വലിയ ധർണ നടത്തി, വലിയൊരു പ്രക്ഷോഭം നടത്തി. അന്ന് യാദൃശ്യമായി ഞങ്ങൾ എല്ലാ ട്രേഡ് യൂണിയനും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സംയുക്ത പരിപാടിക്ക് വന്നപ്പോൾ അന്ന് INTUCയുടെ പ്രസിഡന്റ് ചന്ദ്രശേഖരനും AITUC നേതാവ്
രാജേന്ദ്രനും ഞാനും ഞങ്ങളെല്ലാം ഇവിടെ വന്ന് ആ സമരത്തിന്റെ ഭാഗമായി ചേർന്നതൊരു ഓർമ്മ എനിക്കുണ്ട്. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ നിങ്ങളും വർക്കിംഗ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളെയും ബാധിക്കുന്ന നിയമം ഇതിൽ നഷ്ടപ്പെട്ടു പോയി എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഈ സമര പരിപാടികളിൽ പങ്കാളികളാവണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത്രയാണ് പറയാൻ. അത് നോക്കുന്നുണ്ട്. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ ചട്ടങ്ങൾ കേന്ദ്ര നിയമത്തിനനുസരിച്ച് മാറ്റണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ കേരളം അത് സമ്മതിച്ചില്ല. ഞങ്ങളോട് ചർച്ച ചെയ്തു ലേബർ മിനിസ്റ്റർ. നമ്മൾ പറഞ്ഞത് മാറ്റാൻ പാടില്ല. അപ്പൊ ആ നിലപാട് സംസ്ഥാന ഗവൺമെന്റ് എടുത്തു. അതിന്മേൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഈ കൺകറന്റ് ലിസ്റ്റ് വിഷയമായതുകൊണ്ട് നമുക്ക് ഫ്രീഡം ഉണ്ട്. അത് തുടർന്നും നിലനിൽക്കുമോ ഇല്ലയോ എന്നത് എനിക്കിപ്പോ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഏതായാലും കേരള ഗവൺമെന്റിന്റെ നിലപാട് ഇപ്പോൾ കേന്ദ്രം ഇറക്കിയ ഈ നോട്ടിഫിക്കേഷൻ ഉണ്ട്, റൂൾസ് നോട്ടിഫിക്കേഷൻ, അതനുസരിച്ച് ആ മാറ്റം ഇവിടെ വരുത്തേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളം. ഇനി കോടതികളിലൊക്കെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും മാക്സിമം കേരള ഗവൺമെന്റ് തൊഴിലാളി പക്ഷത്ത് ഉറച്ചു നിൽക്കും. പണിമുടക്കല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ആഫീസിന് മുമ്പിൽ തരത്തിൽ പ്രതിഷേധിക്കുക, മറ്റ് പ്രകടനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ വന്ന ആഹ്വാനം. ഒരു പെട്ടെന്ന് പണിമുടക്ക് സംഘടിപ്പിക്കൽ എളുപ്പമല്ല. അത് ഒരു നിങ്ങൾക്കറിയാലോ ഇതിന്റെ പ്രയാസം. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 26-ാം തീയതി അത് സംയുക്തമായി നല്ല നിലയിൽ നടത്താൻ ആലോചിക്കുന്നുണ്ട്. ഇല്ല, അത് ഇല്ലാതാക്കാൻ അവർക്ക് കഴിയില്ല. ഭരണഘടന അനുസരിച്ച്, ഫെഡറൽ തത്വം അനുസരിച്ച് ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമായതുകൊണ്ട് നമുക്ക് അവകാശമുണ്ട് എന്ന ധാരണയിലാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ഈ കേന്ദ്രം എന്താണ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കോടതികൾ അതെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ മിനിമം വേജ് അഡ്വൈസറി ബോർഡും അതിന്റെ ഫംഗ്ഷനിങ്ങും ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകണമെന്ന് തന്നെ ഗവൺമെന്റ് ആലോചിക്കുന്നത്. ഗവൺമെന്റ് അത് ക്ലാരിഫൈ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ അത് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഒരു നിലപാട് പറയുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ പ്രക്ഷോഭം നടക്കും. പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും എല്ലായിടത്തും സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങളെ ഓരോരുത്തരും ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പലയിടത്തല്ലേ നിൽക്കുന്നിടത്ത് സമരത്തിൽ പങ്കെടുക്കും. ഉറപ്പ് ഞങ്ങളെല്ലാം അത് മലിനീകരണത്തിനെതിരെ സമരം ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ഫലമുണ്ടായി. ആ ശക്തമായ ചാലിയാർ സംരക്ഷണ സമരത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടായത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിലവിൽ വന്നു. അത് അന്ന് കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയായിട്ടാണ് അന്ന് ബോർഡ് വന്നിട്ട് ആ ഫാക്ടറി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മലിനജലം ചാലിയാറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴുക്കുന്നത് നിരോധിച്ചു ഗവൺമെന്റ് അന്ന്. എന്നിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്ത് മാത്രമേ ചാലിയാറിലേക്ക് ഒഴുക്കാൻ പാടുള്ളൂ. അതിന്റെ BOD എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓക്സിജൻ നിലനിൽക്കുന്നത്, ഓക്സിജന്റെ അളവ് നോക്കിയിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ മത്സ്യം പോലുള്ള ജീവികൾക്ക് ജീവിക്കാൻ പറ്റുന്ന അളവിലുള്ള മാലിന്യത്തോടു കൂടി മാത്രമേ നദിയിലേക്ക് ഒഴുക്കാൻ പാടുള്ളൂ. ആ കണ്ടീഷൻ വന്നപ്പോൾ അവര് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിക്കാൻ ബാധ്യസ്ഥമായി. ഒരു വിദേശ കമ്പനിയുടെ ടെക്നോളജി ഉപയോഗിച്ച് അവിടെ മാലിന്യ നിയന്ത്രണത്തിനുള്ള ഒരു വലിയ സംവിധാനം കൊണ്ടുവന്നു. എന്നിട്ടും ഫാക്ടറിയുടെ തൊട്ടടുത്ത് ഇത് ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ലെന്നും 7 കിലോമീറ്റർ താഴെ മാത്രമേ ഒഴുക്കാൻ പാടുള്ളൂ എന്ന് അന്നത്തെ ഗവൺമെന്റ് വ്യവസ്ഥ ചെയ്തു. അത് അങ്ങനെയാണ് ഈ ചുങ്കപ്പള്ളി എന്ന സ്ഥലം വരെ പൈപ്പ് ഇട്ടത്. എന്നിട്ട് ചുങ്കപ്പള്ളിയിൽ റെഗുലേറ്റർ ബ്രിഡ്ജും ഉണ്ടാക്കി. അതിന് ബിർളയുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം, ബാക്കി ഗവൺമെന്റ് എന്ന്. ബിർള എന്തോ കോൺട്രിബ്യൂഷൻ കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് കർണാടക ഗവൺമെന്റിന്റെ കാലത്താണ് ആ വലിയ സമരത്തോടൊരു ഒത്തുതീർപ്പുണ്ടാക്കി. അവിടെ ഒരു അടയാളം വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ
ചാലിയാറിന്റെ അങ്ങോട്ടുള്ള ഭാഗത്ത് ഉപ്പുവെള്ളമായിരുന്നു, കുടിക്കാൻ ആളുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല ഈ വേലിയേറ്റം വേലിയിറക്കം വരുമ്പോൾ. അപ്പൊ അത് കടുത്ത നിയന്ത്രണത്തോടു കൂടിയാണ് പിന്നീട് അനുവാദം കൊടുത്തത് അവർക്ക് നടത്താൻ. തീർച്ചയായിട്ടും ഒരു വലിയ വ്യവസായം തകർന്നു പോരുത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി, ഡയറക്റ്റ് എംപ്ലോയീസ് മാത്രമല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്തിരുന്ന അക്കാലത്ത് നമ്മുടെ നഗരത്തിലെ തന്നെ സാമ്പത്തിക ചലനം ഒരു പരിധിവരെ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു ആ കാലത്ത്. ഇന്നത്തെ നമ്മൾ ചർച്ച അതുമായിട്ട് യാതൊരു ബന്ധമില്ല. അല്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവസാനിപ്പിക്കണമെന്ന നിലപാട് തന്നെയുള്ളത്. അതിനവിടെ ജനങ്ങൾ സമരം ചെയ്യുന്നുണ്ട്, പ്രക്ഷോഭം നടത്തുന്നുണ്ട്, അതിൽ കർശനമായ നിലപാടെടുക്കണം തന്നെ നമ്മൾ പറയുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഏർപ്പാട് വേണ്ട. അല്ല, ഞങ്ങളതിനെപ്പറ്റി ചർച്ച ചെയ്തില്ല. ഞങ്ങളെ അടുത്ത് വരുന്ന പ്രശ്നമല്ല അത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ചെയർമാനായപ്പോൾ ഇങ്ങനെ ആരോപണം ഉണ്ടെന്ന് INTUC-യിലെ ഒരു ഗ്രൂപ്പാണ് പരാതിപ്പെട്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പല ഗ്രൂപ്പുകളാണല്ലോ. ആ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന തർക്കമാണെന്നാണ് പൊതുവിൽ ജനങ്ങൾക്കിടയിലുള്ള വിഷയം. അല്ലാതെ ഞങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചിട്ടില്ല. അത് പലയിടത്തും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ ടാക്സികൾ വരുമ്പോൾ അതിന്റെ ഒരു സൗകര്യമുണ്ട്, റേറ്റിൽ വ്യത്യാസമുണ്ട്. മറ്റത് പരമ്പരാഗത ടാക്സികൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇവിടെയൊക്കെ സ്റ്റേഷനിൽ നിർത്തിയിട്ട് സർവീസ് നടത്തുന്നവരാണ്. അപ്പോൾ അത് ഒരു നിശ്ചിത എണ്ണമായിരിക്കും. അപ്പോൾ അവർക്ക് റേറ്റൊക്കെ നിശ്ചയിക്കാനുള്ള ഒരു അവകാശമൊക്കെ വരുമ്പോൾ റേറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം ജനങ്ങളിൽ ഒരു വിഭാഗം ഈ പുതിയതിനെ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ കുറെ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന ആൾക്ക് ഈ പുതിയ ആളുകൾ വരുമ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ആശങ്കയിൽ ഇത് തമ്മിലുള്ള ഒരു സംഘർഷമാണ്. അപ്പൊ അത് ന്യായവും അന്യായവും രണ്ടിനൂട്ടേ ഇപ്പൊ നമുക്ക് മോശക്കാരായി പറയാൻ പറ്റില്ല. അത് തീർത്ത് ഒരു സൗഹാർദ്ദം ഉണ്ടാക്കാൻ എന്താ വഴി എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒരു വിഭാഗത്തെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയാൻ കഴിയില്ല. എന്നാലും ഒരു ആലോചന നടത്തി നിലവിലുള്ളവരുടെ ആശങ്ക അകറ്റണം. അവരുടെ ജീവിതമാണ് പ്രശ്നം. ചിലപ്പോൾ ഒരു വണ്ടി ലോൺ എടുത്തൊക്കെ വാങ്ങി അത് ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന പാവങ്ങളായിരിക്കും. അവർക്ക് അവരുടെ ജോലിയും അവരുടെ ജീവിത പ്രശ്നത്തിന്റെ ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. സംഘർഷം ഒഴിവാക്കാൻ എന്താ വഴി എന്നാണ് എല്ലാ ട്രേഡ് യൂണിയനും ഞങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് ഒരു വഴി എന്താന്നുള്ളത് ആലോചിക്കാം.